താങ്കൾക്ക് എടുക്കാം, പക്ഷെ സമൂഹത്തിന് എങ്ങനെ എടുക്കാൻ പറ്റും? മുഖ്യമന്ത്രി നിങ്ങൾ എങ്ങും എത്തില്ല, ശരത്തെ എങ്ങും ആ എത്തില്ല. ദൃശ്യങ്ങൾ അത് മുഖ്യമന്ത്രി പറഞ്ഞ ശ്രീകുമാർ, ആ ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് തെളിയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വിളിച്ചത് ഒരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്, അതിലാണ് അദ്ദേഹം സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നത്. അത് വളരെ അല്പം കൗശലം ഉപയോഗിച്ചു. നവകേരള സദസ്സിൽ പ്രതിഷേധത്തിൽ പോലീസിൻ്റെ അടിയിൽ പരിക്കുപറ്റിയയാൾ എന്നാണ് അദ്ദേഹം കൊടുത്ത ഒരു ഭാഷ്യം, മുഖ്യമന്ത്രി കൊടുത്ത ഭാഷ്യം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ആ സമരരംഗത്ത് നിൽക്കുന്ന അയാളെ കാണുന്നുണ്ട്, ഇപ്പോഴത്തെ ഈ പ്രതിയെ കാണുന്നുണ്ട്. അതിൽ പോലീസിൻ്റെ അടി അയാൾക്ക് കിട്ടുന്നില്ല, അയാൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വസ്തുതാവിരുദ്ധമല്ലേ, കളവല്ലേ, നുണയല്ലേ? ഒരു സമരത്തില് നിങ്ങൾ കാണുന്ന ചിത്രം വെച്ചുകൊണ്ട് അടി കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരവില്ല. കാരണം അടി കിട്ടാനായിട്ട് നവകേരള സദസ്സിലെ ഞാൻ പറയട്ടെ, പറയാൻ സമ്മതിക്കും. നവകേരള സദസ്സിൽ ഒരുപാട് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയിട്ടുണ്ട്. അവരുടെയൊക്കെ കണക്ക് സാർ ആ ദൃശ്യം കണ്ടുകൊണ്ട് സംസാരിക്കും. ആ ദൃശ്യമാണ് കാണുന്നത്. നവകേരള ബസ് കടന്നു പോകുന്നു, അയാള് വളരെ സുഖമായി അയാളുടെ ജനാധിപത്യ പ്രതിഷേധം കാട്ടുന്നു, ഒരു പോലീസും ഇവിടെ ഇല്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളൂ. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കതിൽ നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ബാധ്യതയില്ല. അതല്ല, പക്ഷെ താങ്കൾക്ക് ഒരു ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ നവകേരള സദസ്സിന്റെ പ്രതിഷേധത്തിൽ ഇയാൾക്ക് പരിക്കുപറ്റി എന്ന് മുഖ്യമന്ത്രിയാണ് ആധികാരികമായി കേരളത്തോട് പറഞ്ഞത്. അത് ന്യായീകരിക്കേണ്ട ബാധ്യത താങ്കൾക്കുണ്ട്. ഈ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിവെക്കുന്നില്ല. പറഞ്ഞോളൂ. ശരത്തെ, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ശരിയാണ്, തർക്കിക്കണ്ട. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ശരിയാണ്. അല്ല, താങ്കൾക്ക് എടുക്കാം, പക്ഷെ സമൂഹത്തിന് എങ്ങനെ എടുക്കാൻ പറ്റും? മുഖ്യമന്ത്രി നിങ്ങൾ എങ്ങും എത്തില്ല, ശരത്തെ എങ്ങും ആ ദൃശ്യങ്ങൾ അത് മുഖ്യമന്ത്രി പറഞ്ഞ ശ്രീകുമാർ, ആ ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് തെളിയുന്നു. വേണ്ട, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ? ജനങ്ങൾ വേറെ അതൊരുതരം വെല്ലുവിളിയുടെ സ്വഭാവമാണ്. അത് വെല്ലുവിളിയുടെ സ്വഭാവമാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വിചാരിച്ചോ എന്ന് പറയുന്നതാണോ അതിന്റെ ഒരു ചർച്ചയുടെ രീതി? ശരത്തെ CPM പ്രസിദ്ധീകരണങ്ങളെ നിങ്ങൾ എവിടെ എത്തില്ല. നിങ്ങളെ ഒന്നും വിശ്വസിപ്പിക്കാൻ എനിക്ക് പറ്റൂല. എന്നെ വിശ്വസിപ്പിക്കാനല്ല, ഞാൻ എത്ര സ്ട്രെയിറ്റ് ആയിട്ടാണ് സാറിനോട് പറയുന്നത്. എപ്പോഴാണ് അല്ല, നിങ്ങളുടെ ചോദ്യങ്ങൾ ഡയറക്റ്റ് അല്ല, നിങ്ങളുടെ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുമില്ല. എന്റെ വായിൽ നിന്ന് അത് അത്ഭുതകരമാണ്. താങ്കൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾ ഇവിടെ പരാജയപ്പെടും. ഈ പരാജയപ്പെടും. സാറ്, ഞാൻ പ്രേക്ഷകർക്ക് വിടുകയാണ്. നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട. എൻ ശ്രീകുമാറിന്റെ അവസ്ഥയും എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ അവസ്ഥയൊന്നും പറയണ്ട, ഞാൻ ചർച്ചയ്ക്ക് വന്ന് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാ. യെസ്, അത് വളരെ നല്ല കാര്യം. ഞാൻ തുടക്കത്തിൽ പറയുകയും ചെയ്തു. അല്ല, പറയട്ടെ. ശരത്ത് എന്നെ പറയാൻ സമ്മതിക്കില്ല. ഞാൻ ക്ലോസ് ചെയ്യാം. നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചോ? ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിലാണ് സംസാരിക്കുന്നത്, വേറെ ആരും ഇടപെടുന്നില്ല. എന്നെ വിളിച്ച ആളോടെ ഞാൻ ചോദിച്ച ഒരേ ഒരു ചോദ്യം, CPM ൽ നിന്ന് ആരാ വരുന്നതെന്നാണ് ചോദിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് KS അരുൺകുമാർ വരുന്നു പറഞ്ഞു. ആരെ ഇരിക്കുന്നത് എനിക്ക് അറിയില്ല, കാരണം ഞാൻ പേര് മാത്രം. ആ ഗോപന് നല്ല സുഹൃത്ത് തന്നെ, എന്റെ നല്ല സുഹൃത്താ. ഗോപനായാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ്. അപ്പൊ അല്ലാണ്ട് ഞാൻ ഇതിൽ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ വരുന്നു, എന്റെ ഭാഗം പറയുന്നു, നിങ്ങൾക്കത് വിശ്വസിക്കാം. പക്ഷെ നിങ്ങൾ പറയുന്നത് ഞാൻ പറയണെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞു കേട്ടെ. അടുത്ത തവണയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി, എനിക്ക് പറയാം. ഇത് ഇടവേളയ്ക്ക് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഇനി ഗോപന്റെ സമയം എടുത്തു എന്ന് വരണ്ട. ഗോപൻ അടുത്ത റൗണ്ടിലാവും. ശരി, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ എപ്പോഴാണ് ഒരു ആൾക്ക് പരിക്ക് പറ്റുന്നത്? മുഖ്യമന്ത്രി, ഞാൻ താങ്കളുടെ അടുത്തേക്കല്ല ശ്രീകുമാർ, എൻ്റെയും പ്രേക്ഷകർക്ക് മുമ്പാകെ വെക്കുന്നൊരു കാര്യമാണ്. അവിടെ പ്രതിഷേധമുണ്ടാകുമ്പോൾ, കരിങ്കൊടി കാട്ടുമ്പോൾ, ആ ബസ് കടന്നു പോകുമ്പോൾ കരിങ്കൊടി കാട്ടുമ്പോഴാണ് അവിടെ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടെങ്കിൽ ആ കരിങ്കൊടി പ്രകടനം തടയാൻ. ഇതാണല്ലോ സ്വാഭാവിക രീതി. നമ്മൾ എത്രയോ സമരങ്ങൾക്ക് കണ്ടതാണ്. ഈ നവകേരള സദസ്സിൻ്റെ പ്രതിഷേധങ്ങളിലും നമ്മൾ കണ്ടു. ഇതാ നോക്കൂ, ആ ബസ് കടന്നു പോകുന്നു, അവിടെ എങ്ങും ഒരാളുമില്ല, അയാൾ ഒറ്റയ്ക്ക് നിന്ന് അയാളുടെ പാർട്ടിയുടെ നിർദ്ദേശം പാലിക്കുന്നു, കരിങ്കൊടി കാട്ടുന്നു, ഒരു പോലീസുകാരൻ പോലുമില്ല. ബസ് കടന്നു പോയതിന് ശേഷം ഇയാളെ വളഞ്ഞിട്ട് തല്ലേണ്ട യാതൊരു യുക്തിപരമായ യാതൊരു കാര്യവുമില്ല. അതിനുശേഷമുള്ള ദൃശ്യങ്ങൾ കൂടിയാണ്. അതായത് അറസ്റ്റ് ചെയ്ത് നീക്കി ആ ബസ്സിനുള്ളിൽ അയാൾ പോകുന്നതിൻ്റെ ദൃശ്യവുമാണ്. മുഖ്യമന്ത്രി ഇയാൾക്ക് പരിക്കു പറ്റിയപ്പോഴാണ്, അല്ലെങ്കിൽ അതിനുശേഷമാണ് കണ്ടത്, വിളിച്ചത്, പോയത് എന്നതൊക്കെ പറയുന്നതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നൊരു പ്രശ്നം മാത്രമാണ് ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. അതിലൊന്നും ആധികാരികമായി ഫൈനൽ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളോ ചർച്ചയ്ക്ക് ഉന്നയിച്ച ചോദ്യത്തിൽ നിന്ന് എൻ്റെ ഉള്ളിലത്തെ ഉത്തരം താങ്കളിലേക്ക് എത്തിക്കാനോ എൻ ശ്രീകുമാറിലേക്ക് എത്തിക്കാനോ ഉദ്ദേശമില്ല. താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം. പക്ഷേ ആളുകൾക്ക് പലതരം പൊരുത്തക്കേടുകൾ വിലയിരുത്താനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്.